റഷീദ, ഗുഡ് മോർണിംഗ്. ലഡാക്കിലെ സമാധാന ചർച്ചകൾ പാളുന്നു എന്നതാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലുള്ള ഏറ്റവും ഗൗരവതരമായ ദേശീയ പ്രശ്നം എന്ന് പറയുന്നത്. സമാധാനം പൂർണ്ണമായും പുനഃസൃഷ്ടിക്കാതെ ചർച്ചകൾക്കില്ല എന്ന നിലപാടാണോ ലഡാക്ക് അപെക് ബോഡിയും ഒപ്പം തന്നെ കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസും ഒക്കെ സ്വീകരിച്ചിരിക്കുന്നത്? ഒപ്പം സോനം വാങ്ചുക്കിനെ വിട്ടുകിട്ടാതെ മറ്റൊരു സന്ധിയുമില്ല എന്നും അവർ പറഞ്ഞു വെക്കുകയാണോ? ഗുഡ് മോർണിംഗ് മനു. ലഡാക്ക് സംഘർഷത്തിന് പിന്നാലെ സോനം വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്യുകയും അദ്ദേഹത്തിനെതിരെ കടുത്ത നടപടി സ്വീകരിക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് ഇപ്പോൾ ലഡാക്കിലെ സംഘർഷവുമായി ബന്ധപ്പെട്ടുള്ള സമാധാന ചർച്ചകൾ പ്രതിസന്ധിയിൽ നിലനിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം ദില്ലിയിൽ ആഭ്യന്തര മന്ത്രാലയവുമായി യോഗം ചേരുമെന്നുള്ളത് നേതാക്കൾ നേരത്തെ അറിയിച്ചിരുന്നു. പക്ഷേ സോനം വാങ്ചുക്കിനെ നോട്ടീസ് അയക്കുകയും ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് അന്വേഷണം ഊർജിതമാക്കിയ സാഹചര്യത്തിലാണ് ഈ ചർച്ചയ്ക്ക് ഇല്ല എന്നുള്ള നിലപാട് ഇരു മുന്നണികളും, അതായത് ഇരു സംഘടനകളും മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതോടുകൂടിയാണ് ഇപ്പോൾ ലഡാക്കിലെ സമാധാന ചർച്ചകൾ പാളുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും സോനം വാങ്ചുക്കിനെതിരെ പാകിസ്ഥാനുമായി ബന്ധമുണ്ട്, അതോടൊപ്പം ബംഗ്ലാദേശുമായി ബന്ധമുണ്ട് എന്നത് ആരോപിച്ചുകൊണ്ട് ഇഡിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളിൽ നിന്നും പണം കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട വിദേശ ഫണ്ടുകൾ സ്വീകരിച്ചു എന്നതുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങളിലും ഇപ്പോൾ CBIയും റെയ്ഡ് അടക്കമുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇത്തരം ആരോപണങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് അദ്ദേഹത്തെ വിട്ടുകിട്ടണമെന്നുള്ളൊരു ശക്തമായിട്ടുള്ള ആവശ്യം കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസും അതോടൊപ്പം ലഡാക്ക് അപെക്സ് ബോഡിയും മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഈ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ സമവായ ചർച്ചയ്ക്കില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ സംഘടനകൾ മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുള്ളത്. അതേസമയം ചർച്ചയ്ക്ക് തങ്ങൾ എപ്പോഴും വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നു എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ പറയുന്നതെങ്കിൽ പോലും വിവിധ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് സമരനായകൻ സോനം വാങ്ചുക്കിനെതിരെ കടുത്ത നടപടി സ്വീകരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ചില സ്ഥാപനങ്ങൾക്കൊക്കെ തന്നെയും ആദായ നികുതി നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളും ഇപ്പോൾ ഊർജിതമാക്കുകയും ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാൻ നേരത്തെ പോയിട്ടുണ്ടെന്നും പാകിസ്ഥാൻ ഭീകരരുമായി അടക്കം ബന്ധമുണ്ടായിട്ടുണ്ട് എന്നതടക്കമുള്ള ചില ആരോപണങ്ങളാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്നും സോനം വാങ്ചുക്കിനെതിരെ ഉയരുന്ന ആരോപണങ്ങൾ എന്ന് പറയുന്നത്. പക്ഷേ ഈ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്നുള്ളത് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ അബ്ദുൾ റഷീദ് ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ സംഘടനകൾ അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും കേന്ദ്ര സർക്കാർ അവരെടുത്തിരിക്കുന്ന സമീപനങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും അനുവദിക്കാതെ നിൽക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ സമാധാന ചർച്ചകൾക്ക് ഇനി എന്ത് സാധ്യതയാണ് അവിടെ ഉരുത്തിരിയുന്നത്? ഈ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസികളും അതോടൊപ്പം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ചും CBI, ED അടക്കമുള്ള അന്വേഷണ ഏജൻസികളാണ് സോനം വാങ്ചുക്കിനെതിരെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിരവധി മേഖലകളിൽ ഇതുമായി ബന്ധപ്പെട്ട റെയ്ഡുകളടക്കം നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും കടക്കുന്നത്. ഇത്തരത്തിൽ കടുത്ത നടപടി തുടരുമ്പോൾ ആണ് ഈ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന ഒരു വാദം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. മറുവശത്ത് സോനം വാങ്ചുക്കിനെ വിട്ടുകിട്ടണമെന്നും മറ്റു 50 പേരെയും മോചിപ്പിക്കണമെന്നതടക്കമുള്ള ശക്തമായിട്ടുള്ള ആവശ്യം തന്നെയാണ് സംഘടനകളും മുന്നോട്ട് വെക്കുന്നത്. ഇരു വിഭാഗവും തമ്മിലൊരു സമവായ ചർച്ചകൾ ഉണ്ടാകുന്നില്ല. അതിന് ഇനിയും സമയം ഒരുപാട് വേണ്ടിവരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നിരോധനാജ്ഞയിലൊക്കെ തന്നെയും ചില ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ സമാധാനം പുനഃസ്ഥാപിക്കണമെന്നുള്ള ശക്തമായിട്ടുള്ള ആവശ്യം തന്നെയാണ് കാർഗിൽ ഡെമോക്രാറ്റിക് പാർട്ടിയും അതോടൊപ്പം ലേ അപെക്സും മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ ഈ സോനം വാങ്ചുക്കുമായി ബന്ധപ്പെട്ട മറ്റു നടപടികളിൽ ഒന്നും തന്നെ കേന്ദ്ര സർക്കാർ ഇതുവരെയും വ്യക്തത വരുത്തിയിട്ടില്ല. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും രാജസ്ഥാനിലെ ജോധ്പൂർ ജയിലിൽ അടച്ചു എന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മാത്രമാണ് പുറത്തുവിട്ടിട്ടുള്ളത്. അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ തുടർ നടപടികൾ എന്തായിരിക്കും, അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒന്നും തന്നെ ഒരു വ്യക്തത വരുത്താതെയാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത്. അവയൊക്കെ തന്നെയും മറച്ചു വെക്കുന്ന സമീപനം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അതേസമയം സോനം വാങ്ചുക്കിനെതിരെയുള്ള ആരോപണങ്ങളിൽ തെളിവുണ്ട് എന്നുള്ള കാര്യം കൂടി കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്നും ചില വെളിപ്പെടുത്തലുകൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കേന്ദ്ര സർക്കാർ അഴയാത്ത സാഹചര്യത്തിൽ സംഘടനകൾ പിന്നോട്ടില്ല എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ലഡാക്ക് സംഘർഷവുമായി ബന്ധപ്പെട്ട സമാധാന ചർച്ചകൾ നീണ്ടുപോകുന്നത്.